ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നാട്ടിൽ പോകുന്നതിൻ്റെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. വളരെ ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ കിസൈസിലുള്ള ലുലുവിലേക്കാണ് കേട്ടോ പർച്ചേസിങ്ങിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. ഓഫ് കോഴ്സ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ കുറച്ചധികം സമയം എടുക്കുന്ന കാരണം തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം അങ്ങോട്ട് പോകാമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നലെ ഞാൻ എൻ്റെ ഹെയർ ഒന്ന് കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ സ്പോട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ഞാൻ അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ വിവിഡിലാക്കിയ കാരണമാണ് വേറൊരു കളർ പോലെ തോന്നിയിരുന്നു. ഒരു സ്ട്രെയിറ്റ് ചെയ്ത പോലെ ആയിട്ടുണ്ടായിരുന്നു മുടി. പിന്നെ പിറ്റേ ദിവസം ഞാൻ ഹെയർ വാഷ് ചെയ്തപ്പോൾ അത് പഴയ പോലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമായിട്ടോ കളറ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് അൽസീബ് റെസ്റ്റോറൻ്റ് ആണ് കിസൈസിലുള്ളത്. ഫിഷിൻ്റെ ഐറ്റംസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സീബ്രീം ആയിരുന്നു. അത് ഏകദേശം ഒരു 700 ഗ്രാമാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് 3 പേർക്കും ആ ഒരു പോർഷൻ ഓക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർ 2 മസാല വെച്ചിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു റെഡ് ചില്ലിയുടെ മസാലയും ഒരു പെപ്പറിൻ്റെ മസാലയായിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടമായത് റെഡ് ചില്ലി മസാലയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റാർട്ടറായിട്ട് ഒരു ചിക്കൻ മജസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഷും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈവായിട്ട് അവർ പ്രിപ്പയർ ചെയ്യണ കാരണം തന്നെ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഋതുവിന് ഫിഷുള്ള സ്ഥലത്തേക്ക് പോയ കാരണം തന്നെ അവിടുത്തെ മെനു കാർഡിലും ഫുള്ളും മീനുകളുടെ ഫോട്ടോ ആണ്. അപ്പോൾ ആൾ അങ്ങനെ കുറച്ച് നേരം ഒതുങ്ങിയിരുന്നു. സ്റ്റാർട്ടറായിട്ട് അവർ ഒരു സീ ഫുഡിൻ്റെ ഒരു സൂപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒരു ഫിഷ് സെർവ് ചെയ്യണം നമുക്ക് ഓപ്റ്റ് ചെയ്യാം കേട്ടോ. വെതർ നമുക്ക് കുബൂസിൽ വേണോ അതല്ല റൈസിൽ വേണോ എന്നുള്ളത് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ഞങ്ങൾ റൈസായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റൈസിൽ തന്നെ 2 ടൈപ്പ് ഓഫ് റൈസുകളുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ 10 dirhams മതി റൈസിന്. പിന്നെ ഇതിൽ ഓൾ ടുഗദർ ഇതിൻ്റെ പ്രൈസും വളരെ അങ്ങനെ നമുക്ക് ഭയങ്കര കൂടുതൽ പ്രൈസൊന്നും അല്ല കേട്ടോ. റീസണബിൾ പ്രൈസാണ്. പിന്നെ അതേപോലെ തന്നെ ഇവർ ഫിഷ് ഗ്രില്ല് ചെയ്യുമ്പോൾ മുള്ള് കാര്യങ്ങളൊക്കെ ഫുള്ള് മാറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് വലിയ പണിയൊന്നുമില്ല ഫുഡ് കഴിക്കുന്ന സമയത്ത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ലുലുവിൽ പോവാണ്. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. വീക്കെൻഡ് ആണല്ലോ, അത് കാരണം തന്നെ അത്യാവശ്യത്തിലേറെ തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ കാറ് പുറത്താണ് പാർക്ക് ചെയ്തത്. എന്നിട്ട് അവിടെ നിന്ന് നടക്കുകയാണ് കേട്ടോ ചെയ്തത്. കണ്ടോ, ഇത്രയ്ക്കധികം തിരക്കുണ്ടായിരുന്നു. നമ്മൾ ആദ്യം അകത്തേക്ക് കയറി, പക്ഷേ പാർക്കിംഗ് സ്ലോട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നേരെ പുറത്തിറങ്ങുകയാണ് ചെയ്തത്. ഭയങ്കര തിരക്കുണ്ടായിരുന്നു. എന്തൊക്കെയോ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഡിസംബർ 5th വരെയാണ് ഈ ഓഫർ ഉള്ളത് കേട്ടോ. നമുക്ക് ആദ്യം കുറച്ച് ഡ്രസ്സ് നോക്കാനുണ്ടായിരുന്നു. ശരത്തേട്ടനും ഋതുവിനായിരുന്നു മെയിനായിട്ട് നോക്കാനുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ആദ്യം മുകളിലേക്ക് പോയി ഋതുവിനുള്ള ഒരു പാൻറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അവന് നമ്മൾ സ്മാർട്ട് ബേബിന്ന് കഴിഞ്ഞ ദിവസം 2 ടീഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പെയർ ചെയ്യുന്ന പാൻറ്റ്സ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പാൻറ്റ് നമുക്ക് വാങ്ങി. പിന്നെ ശരത്തേട്ടൻ്റെ ടീഷർട്ട് നോക്കാനുണ്ടായിരുന്നു. എന്തോ അവിടെ കിട്ടിയില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ നട്ട്സും ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങി. അതിൻ്റെ ഇടയിലൊന്നും വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. തിരക്കായിരുന്നു. കാരണം ഇത് കഴിഞ്ഞിട്ട് ശരത്തേട്ടൻ്റെ ഒരു സൈറ്റിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതിനായിട്ടാണ് നേരെ അങ്ങോട്ട് പോയത്. അപ്പോൾ നമ്മളിതൊക്കെ വാങ്ങി നേരെ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. ഋതു ഇവിടെ നിന്ന് അങ്ങനെ മെട്രോയിൽ പോവുകയാണ് ചെയ്തത് കേട്ടോ. സാധാരണ ഞങ്ങൾ അവനെ അക്കോമഡേഷനിലേക്ക് ആക്കി കൊടുക്കാറുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് സൈറ്റിൽ പോകേണ്ട ഒരു ആവശ്യമുള്ള കാരണം അവനങ്ങനെ അവിടുന്ന് മെട്രോയിൽ പോവുകയാണ് ചെയ്തത്. പെട്ടെന്ന് തന്നെ വരായിരുന്നു കേട്ടോ സൈറ്റിൽ നിന്ന്. അത് കാരണമാണ് ഞങ്ങളതിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഒരു 10-15 മിനിറ്റ് മാത്രമേ ശരത്തേട്ടൻ അവിടെ നിന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലെത്തിയിട്ട് പിന്നെ ഋതു ഉറങ്ങിയത് ഒരു 3-3:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.